സാറേ, പാലാരൂപത പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് പാലാരൂപത നിരവധി സംഭാവനകൾ കേരള സമൂഹം. തീർച്ചയായിട്ടും വളരെ വലിയ സന്തോഷമുണ്ട്. കാരണം പാലാരൂപതയുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ സഭയ്ക്കും സമുദായത്തിനും അതുപോലെ തന്നെ അതിനുമപ്പുറം സമൂഹത്തിനാകമാനം രൂപത നൽകിയിട്ടുള്ള സംഭാവനകൾ അത് വളരെ നിസ്തുലമാണ് എന്നാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. ഈ രൂപത തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ വലിയ സംഭാവനകൾ ചെയ്തു. പ്രത്യേകിച്ച് കാർഷിക മേഖല നമുക്കറിയാമല്ലോ, പാലക്കാരെന്ന് പറയുമ്പോൾ കർഷകരാണ് അടിസ്ഥാനപരമായി. അത് ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാറിലേക്കൊക്കെ കുടിയേറി പാർത്ത് ആ മേഖലയൊക്കെ പാമ്പ്ലാനി പിതാവ് പറഞ്ഞതുപോലെ ഇത്ര സമ്പന്നമാക്കിയത് പാലായിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ രൂപതാംഗങ്ങളുടെ അധ്വാനം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള വളർച്ചയിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ വളർച്ചയിലൊക്കെ പാലാക്കാർ ചെയ്തിട്ടുള്ള, പാലാ രൂപതാംഗങ്ങൾ ചെയ്തിട്ടുള്ള സേവനം തീർച്ചയായിട്ടും എക്കാലത്തും സ്മരിക്കപ്പെടും. അതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മുടെ ആത്മീയ പിതാക്കന്മാരാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പല രൂപതാംഗങ്ങൾ നടത്തിയിട്ടുള്ള വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനം, കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ രംഗത്തുമൊക്കെ നടത്തിയിട്ടുള്ള സേവനങ്ങൾ വളരെ വിലമതിക്കത്തക്കതാണ്. ആ ഒരു പ്രവർത്തനം അതിനി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ. രൂപതയ്ക്ക് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടക്കുന്ന ഈ അവസരത്തിൽ എല്ലാ മംഗളങ്ങളും നേരുന്നു. എല്ലാവിധ ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോക ക്രൈസ്തവ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഭ പാലാ സഭയാണ്. അതിന് യാതൊരു തർക്കവും വേണ്ട. എന്താണെന്ന് ചോദിച്ചാൽ പാലാ സഭ സെബാസ്റ്റ്യൻ വൈലി തിരുമേനി ആരംഭിച്ചതാണ്. എനിക്ക് വ്യക്തിപരമായിട്ടൊരു ബന്ധമുണ്ട് ഈ പാലാ സഭയ്ക്ക്. എന്താണെന്ന് വെച്ചാൽ 1950 ഓഗസ്റ്റ് മാസത്തിലാണ് സഭ തുടങ്ങിയത്. ഞാൻ ജനിച്ചതും ആ മാസം. അതായത് പ്രത്യേകം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് വ്യക്തിപരമായ കാര്യം. ഈ പാലാ സഭയുടെ പ്രത്യേകിച്ച് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്ത സഭയാണ്. ഇവിടുത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ അൽഫോൻസാണ് ഭരണകാലത്ത് ഏറ്റവും ലോകത്തിൽ തന്നെ മാതൃകയായ ഒരു പുണ്യാളത്തെയാണ് ഇരിക്കുന്നത്. സെൻറ്റ് ജോർജ് അരുവിത്ര, ഇവിടെയൊക്കെ വിശ്വാസികൾ വന്ന് കുമിഞ്ഞു കൂടുക. ഞാനവിടെ പോയി നേർച്ച മേടിക്കുന്നത് നിൽക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ കൊളങ്ങാട്, ലോകത്തിൽ ഏറ്റവും അധികം ക്രൈസ്തവ കുടുംബങ്ങളുള്ള ഇടവക എന്ന് പറഞ്ഞ കൊളങ്ങാടാണ്. അങ്ങനെ എല്ലാവിധത്തിലും സമ്പന്നമായ സഭയാണ് പാലാ സഭ. അവിടുത്തെ ക്രൈസ്തവ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ജീവിക്കാൻ ചുറ്റുമുള്ള കർഷകരാണ്. കച്ചവടക്കാർ കുറവാണെങ്കിലും കർഷകരാണ്. ആ കർഷകർക്ക് സ്വന്തമായി ജീവിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവിധത്തിലും ഒരു നല്ല നിലയിൽ തന്നെ പോകാൻ കഴിയുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകപ്പെട്ട കാര്യം. പിന്നെ ഇപ്പോൾ നമ്മുടെ വയലിപ്പിതാവിന് ശേഷം പള്ളിക്കാപ്പുറ പിതാവ് വന്നു. അദ്ദേഹം 100 വയസ്സാവും, ഇപ്പോഴും ഇരിക്കുകയാണ്. ഭാഗ്യമാണ്. അതിന് ശേഷം വന്നതാണ് നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ്. കല്ലറങ്ങാട്ട് പിതാവ് ഒരു ഇടനില കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുഞ്ഞാറിൻ്റെ നിയമമായിരുന്നു പണ്ട്. അവിടെ നിന്ന് വന്ന ഒരു കർഷക കുടുംബത്തിൽ വന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരായ ജനങ്ങളുടെ വികാരം അതേപടി മനസ്സിലാവും. അതാണ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട്, അറിവുമുണ്ട്. പിന്നെ ആത്മീയമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അദ്ദേഹത്തിന് അറിയാം. ഒരു വലിയ വിജയമാണ് അദ്ദേഹം. അങ്ങനെ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ടീം. പല അരമന ടീമുണ്ട്. ആ ടീം അച്ഛന്മാരുടെ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ശക്തമായ ടീമാണ്. അവരൊറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പാലാ രൂപത ഇനിയും വലിയ നിലയിലേക്ക് ഉയരുമെന്ന് കരുതി സംശയമില്ല. ധൈര്യമായിട്ടിരിക്കാം. ഒരു ക്രൈസ്തവൻ എന്നതിൽ പാലാ രൂപതക്കാരനാണെന്ന് പറയുന്നതിൽ അഭിമാനം ഉണ്ടെന്നാണ് എനിക്ക് പറയാം. കേരളത്തിലെ ക്രൈസ്തവ സഭാവിശ്വാസത്തിൻ്റെ ഹൃദയഭൂമിയാണ് പാല. കഴിഞ്ഞ 75 വർഷക്കാലത്ത് ദൈവാനുഗ്രഹപ്രദമായ പ്രവർത്തനങ്ങൾ, ശക്തമായ ആത്മീയ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ മേഖലകളിലെ സേവനം, ഇതെല്ലാം പാലാ രൂപതയെ വളരെയേറെ മഹത്തരമാക്കിയിട്ടുണ്ട്. ജൂബിലി ആഘോഷങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് 1600ഓളം വീടുകൾ നിർമ്മിച്ച് നൽകി. ഇതെല്ലാം ഏറെ മാതൃകാപരമാണ്. ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ആഗോള കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയുടെ അഭിമാനമാണ് പാലാ രൂപത. അത് ലോകത്തെവിടെ ചെന്നാലും പാലാക്കാരൻ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാനമാണ്. പ്രത്യേകിച്ച് പാലായും പാലാ രൂപതയും
ചെയ്തിട്ടുള്ള സംഭാവനകൾ എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം ഈ നാടിൻ്റെ ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു സഭയാണ് പാലാ രൂപത. തീർച്ചയായിട്ടും ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഈ സഭയിലെ ഒരു അംഗമെന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് അഭിമാനമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങളാണ്. ഇവിടെ ഇന്നെത്തി ആശംസകൾ ഒരുപാട് പേര് നേർന്നു. അതെല്ലാം പാലക്കാർ വലിയ സന്തോഷത്തോടു കൂടിയാണ് കേട്ടത്. തീർച്ചയായിട്ടും ഇനിയും ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ഈ സഭയ്ക്കും ഈ രൂപതയ്ക്കും ചെയ്യാനുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സഭ മുന്നോട്ട് തന്നെ പോകും. ഈ നാടിന് പ്രകാശമായി